ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ മട്ടൻ പെരട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടില്ലേ, ഇത്രയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ആദ്യം 4 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ്, ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് പച്ച കളറുള്ളതാണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇതിനൊപ്പം തന്നെ നന്നാക്കി വെച്ചിട്ടുള്ള 20ഓളം ചെറുള്ളി നടു മുറിച്ചിട്ടുള്ളത് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുക ചെറുള്ളിയിലായിരിക്കും. സവാള കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മധുര രസമല്ല വരിക. അപ്പോൾ ചെറുള്ളി ആണെങ്കിൽ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചെറുള്ളിയാണ് നല്ലത്, അഥവാ ഇല്ലെങ്കിൽ സവാള ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചെറുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വരണം, അതിൻ്റെ പച്ചമണം മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഞാൻ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം ഒരു ക്ഷമ ചോദിക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും മൂത്ത് വരട്ടെ. അപ്പോൾ പൊടികളെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാതും മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോ മട്ടനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫൊക്കെ എന്താണെങ്കിലും നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തോണം നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ആ മസാല എല്ലാതും അതിലേക്ക് കറക്റ്റായിട്ട് പിടിക്കുക. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത്ര വെള്ളം ഈ മട്ടനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിനി ഇതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുക്കറിലല്ലല്ലോ ഈ മട്ടറിട്ട് വേവിക്കുന്നത്, അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവിട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേ കറി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇതിലിട്ട് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം അതും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും 2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മട്ടൻ കറക്റ്റ് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്, ഈ പാനിലല്ല. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മട്ടനൊക്കെ ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റാണ്. കുക്കറിൽ വെക്കുന്നേക്കാളും ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഞാൻ ഈ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്നും കാണിക്കണില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മട്ടൻ റെഡി ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്നും കൂടി വറ്റി വരണം. അപ്പോൾ അതുവരെ ഇത് കിടന്നിങ്ങനെ തിളക്കട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ വറ്റിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ കറിയിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയിൽ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മട്ടൻ പെരട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.